നമസ്കാരം. 100 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു എപ്പിസോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് കുറച്ച് കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. ആ സ്റ്റോക്ക് വേറൊന്നുമല്ല, CDSL ആണ്. നമുക്കറിയുന്ന പോലെ തന്നെ CDSL എന്ന് പറയുന്ന ഒരു ഡെപ്പോസിറ്ററി ആണ്. ഇപ്പോൾ ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ പ്രധാനമായിട്ട് രണ്ട് ഡെപ്പോസിറ്ററീസേ ഉള്ളൂ. ഒന്ന് NSDL-ഉം അടുത്തത് CDSL-ഉം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായിട്ട് CDSL-ലേക്കുള്ള DP-കളുടെ ഒരു ആകർഷണീയത വളരെ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കാണാൻ കഴിയുന്നത് പുതിയ പല ബ്രോക്കിംഗ് ഫേംസും, അതിപ്പോൾ വളരെ ആകർഷണീയമായിട്ടുള്ള ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന പല ബ്രോക്കിംഗ് ഫേംസും, അവരൊക്കെ പലപ്പോഴും CDSL-ലുമായിട്ടാണ് ഒരു അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, CDSL NSDL-നെ സംബന്ധിച്ച് കുറച്ചും കൂടി ആകർഷണീയമായ രീതിയിലുള്ള പല സർവീസും, അതേപോലെ തന്നെ ചെറുതെങ്കിലും ഡിസ്കൗണ്ടിങ് പല സർവീസിൻ്റെ അകത്തും പല ഡെപ്പോസിറ്റ് പാർട്ടിസിപ്പൻസിനും കൊടുക്കുന്നു എന്നുള്ളത് നിലനിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് പ്രധാനമായിട്ടും CDSL NSDL-നേക്കാളും കൂടുതൽ ബ്രോക്കേഴ്സ് അവരുമായിട്ട് ഡീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അപ്പം നമുക്ക് മൊത്തത്തിൽ ഈ ഒരു CDSL-നെ കുറിച്ച് നമുക്കൊന്ന് ചെറിയൊരു അനാലിസിസ് ഒരു 5-10 മിനിറ്റിൽ, അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. നമുക്കറിയുന്ന പോലെ തന്നെ CDSL എന്ന് പറഞ്ഞൊരു ടേമുമായിട്ട് പരിചയമില്ലാത്തവർ ആരും ഇന്നത്തെ രീതിയിൽ ഉണ്ടാകില്ല. പ്രധാനമായിട്ടും ഇന്നത്തെ രീതിയിൽ പലപ്പോഴും ബ്രോക്കിംഗ് ഫേംസ് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഉൾപ്പെടെയുള്ളത്, നിങ്ങളുടെ എന്ത് ഇൻഷുറൻസ് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് ഒരു ഡെപ്പോസിറ്റിൽ സൂക്ഷിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള രീതിയിലാണ് എത്തിക്കുന്നത്. അപ്പോൾ NSDL-നും ഉണ്ട് സർവീസ്, CDSL-നും ഉണ്ട് സർവീസ്. അപ്പോൾ അതുകൊണ്ട് ഈ CDSL എന്ന് പറയുന്ന ഒരു ടേം എന്താ എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. ആദ്യമായിട്ട് നമുക്ക് CDSL-ന്റെ കുറച്ച് നമ്പേഴ്സിലേക്ക് പോകാം. മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 30,000 കോടി രൂപയുടെ അടുത്ത് നിൽക്കുന്നു. സ്റ്റോക്ക് PE 63, ബുക്ക് വാല്യൂ 70 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഒരു വലിയ നമ്പറൊക്കെ ആയിട്ട് ഇരിക്കും. ROE വാല്യൂസ് ഒക്കെ 40-ഉം 30-ഉം യഥാക്രമം ഇരിക്കുന്നു. ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ നോക്കുകയാണെങ്കിൽ ക്രമാനുഗതമായിട്ട് വർദ്ധിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ വർഷം CDSL-ന്റെ 25ാമത്തെ വർഷമാണെന്ന് കൂടി ഓർക്കുക. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് മൊത്തമുള്ളതിൻ്റെ ഏകദേശം പകുതിയിലും കുറച്ച് കുറവുള്ള മാത്രം കാലഘട്ടങ്ങളിൽ വെറും 24 കോടിയിൽ നിന്നും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 386 എത്തിയെന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തുള്ള ജനങ്ങളുടെ കൂടിയൊരു പാർട്ടിസിപ്പേഷൻ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. കഴിഞ്ഞ ഒരു 4 ക്വാർട്ടറായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഓപ്പറേറ്റിംഗ് ഇൻകം 122 കോടിയിൽ നിന്നും 198 വരുന്നു. ഏകദേശം 50% ഉയർച്ച ഉണ്ടായി. EBITDA അത് പറഞ്ഞ പോലെ തന്നെ 117 144 വരുന്നു. നെറ്റ് പ്രോഫിറ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. ഏർണിംഗ്സ് പെർ ഷെയറും ഏകദേശം സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. ഈ നമ്പേഴ്സൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമായിട്ടുള്ള ഒരു ഭീഷണിയുള്ള നമ്പേഴ്സോ അല്ലെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള ഒന്നും ഇതിൻ്റെ അകത്തില്ല. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് വേറൊരു കാര്യം. കാരണം ഇതിനകത്ത് മറ്റുള്ളതായിട്ടൊക്കെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആവറേജ് ഒക്കെ സാധാരണ രീതിയിൽ എടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം, അത് PE ആണെങ്കിലും ശരി, ബുക്ക് വാല്യൂ ആണെങ്കിലും ശരി, ഇൻഡസ്ട്രി ആവറേജ് നമ്മൾ പലതിനും എടുക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് CDSL-നെ സംബന്ധിച്ച് ഇൻഡസ്ട്രി ആവറേജ് എടുക്കുക എന്ന് പറയുന്നത് അത്ര നടക്കുന്ന കാര്യമല്ല. മറ്റൊന്നും കൊണ്ടല്ല, പ്രധാനമായിട്ടും ആകെ 2 പ്ലെയേഴ്സ് മാത്രമേ ഈ ഒരു മേഖലയിലുള്ളൂ, ഈ ഒരു സെക്ടറിലുള്ളൂ. അത് മറ്റൊന്നുള്ളത് NSDL-ആണ്, അത് ലിസ്റ്റ് ചെയ്യാത്തതാണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, CDSL-ന്റെ റേഷ്യോസ് ഒക്കെ കുറച്ചൊരു ഹയർ ലെവലിലാണ്. അങ്ങനെ തന്നെ ഉണ്ടാകാൻ വഴിയുള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, ഒന്ന് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഇതിനെ CDSL-ന്റെ നമ്പേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നു. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ NSDL അൺലിസ്റ്റഡുമാണ്. ഈ കാരണങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്പേഴ്സിന് മുകളിൽ അധികം വ്യാകുലപ്പെടേണ്ട ഒരു ആവശ്യമില്ല. CDSL-ന്റെ ഒരു ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, CDSL-ന് പ്രധാനമായിട്ടും നമ്മൾ ബിസിനസ് വേണമെങ്കിൽ 3ആയിട്ട് തരംതിരിക്കാൻ പറ്റുന്നതാണ്. ഒന്ന് ഡെപ്പോസിറ്ററി സർവീസ്, അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെയുള്ളത് ഇൻഷുറൻസ് റെപ്പോസിറ്ററി. അതായത് നമ്മൾ ഇൻഷുറൻസ് റെപ്പോസിറ്ററി, നമ്മൾ വാങ്ങിക്കുന്ന ഇൻഷുറൻസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഡെപ്പോസിറ്ററി അക്കൗണ്ട്സിലേക്ക് എത്തുന്നു. പിന്നെ കമ്മോഡിറ്റി റെപ്പോസിറ്ററി ലിമിറ്റഡ്, അത് വെയർ ഹൗസ് ഒക്കെ മാനേജ് ചെയ്യുന്നു. അതേപോലെ തന്നെ കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ്, അതിൻ്റെയൊക്കെ ഡെപ്പോസിറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ CDSL വെഞ്ചേഴ്സ് പ്രധാനമായിട്ടും KRA പ്രോസസ്സിംഗ് ആണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ വിദഗ്ധമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു കമ്പനിയാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. CDSL 1999-ലാണ് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അത് 25ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഒരു വർഷമാണിത്. അടുത്തായിട്ട് നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, സത്യം പറഞ്ഞാൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ നമ്മൾ തിയറട്ടിക്കലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു 0 പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന രീതിയിൽ വേണം നമുക്ക് കണക്കാക്കാൻ. നമ്മൾ ITC പോലെയോ EX പോലെയോ ICICI ബാങ്കോ HDFC ഒക്കെ പോലെ. പക്ഷേ എങ്കിൽ പോലും BSE 15% ഓഹരി കൈയാളുന്നു. അപ്പോൾ അടുത്തിടെ വന്നിട്ടുള്ള ഒരു സെബിയുടെ റെഗുലേഷൻ അനുസരിച്ച് ഈ BSE 15% കൈയാളുന്ന BSE-യെ പ്രൊമോട്ടറായിട്ട് കണക്കാക്കാം. അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ BSE 15%, പ്രൊമോട്ടർ ഹോൾഡിംഗ് 15% എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പിന്നെയുള്ളത് കുറേ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെയാണ്. പരാഗ് വെരീക്ക്, ലൈഫ് ഇൻഷുറൻസ്, നിപ്പൺ ഇന്ത്യ, ICICI പ്രൊഡൻഷ്യൽ, അവർക്ക് 4% 6% ഒക്കെ ആയിട്ടൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മൊത്തം ലേറ്റസ്റ്റ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇങ്ങനത്തെ 15% BSE-യുടെ വന്നു. മ്യൂച്വൽ ഫണ്ട്സ് 15%, FPIs 14%, ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്
അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് ഒക്കെ കൂടി ഒരു 0.5% അടുത്ത് വരുന്നു. ബാക്കി വരുന്ന 54% പബ്ലിക് തന്നെ ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ റവന്യൂ ഏതൊക്കെ വഴിയിൽ നിന്നും വരുന്നു എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ എടുത്ത് നോക്കുമ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് നമുക്ക് കാണാൻ കഴിയും വർദ്ധിക്കുന്നു. കഴിഞ്ഞ 2 ക്വാർട്ടറായിട്ട് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും പൊതുവെ വർദ്ധിച്ചതായിട്ട് ഇരിക്കുന്നത് കാണാൻ കഴിയും. ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിലുള്ള വർധനവും കൂടുതൽ ആളുകൾ മ്യൂച്വൽ ഫണ്ടിലേക്കും അതേപോലെ തന്നെ ഓഹരി വ്യാപാരത്തിലേക്കും വന്നതിൻ്റെ ഫലമായിട്ടാണ്. നമ്പർ ഓഫ് ഇഷ്യൂവേഴ്സ് നമുക്ക് കാണാൻ കഴിയും 20,000-ൽ ഒരു കൊല്ലം മുമ്പ് ഇരുന്നത് 24,000-ലേക്ക് എത്തി എന്നുള്ളത്. അത് ഏകദേശം 20% വളർച്ചയാണ് ഉണ്ടായത്. നമ്പർ ഓഫ് ഇഷ്യൂവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അൺലിസ്റ്റഡ് കമ്പനികളും ഒക്കെ CDSL-ലൊക്കെ കൊണ്ടുപോയിട്ട് ഷെയർസ് ഡോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മളൊരു കമ്പനി അൺലിസ്റ്റഡ് ആയിട്ട് ഇരിക്കണമെങ്കിലും ഈ ഷെയർസ് നമ്മൾ ഒരു ഡെപ്പോസിറ്ററി അടുത്ത് നമ്മൾ ഡോക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന കമ്പനികൾ അവയാണ് നമ്മൾ 24,858 എന്ന് നമുക്ക് ഇവിടെ കാണുന്നത്. അതിനകത്ത് അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളായിട്ടുള്ള ടാറ്റ ക്യാപിറ്റൽ ഉണ്ടാകാം, സ്വിഗ്ഗി ഉണ്ടാകാം, NSDL ഉണ്ടാകാം, ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാകാം. അപ്പോൾ അവയാണ് നമ്മൾ ഇഷ്യൂവേഴ്സ് എന്ന് പറയുന്നത്. ഒന്നും വെറുതെ വരുന്നില്ല. ഇഷ്യൂവേഴ്സും ഈ പറഞ്ഞ പോലെ ആനുവൽ മെയിൻ്റനൻസ് ഫീ കൊടുത്താൽ മാത്രമേ അവരുടെ ഷെയർസ് അവിടെ സൂക്ഷിക്കാൻ കഴിയുള്ളൂ. ഇനി എവിടെ നിന്നാണ് വരുമാനം വരുന്നതെന്ന് നോക്കാം. പ്രധാനമായും വരുമാനം വരുന്നത് ഇഷ്യൂർ ഇൻകം തന്നെയാണ്. അത്രയൊക്കെ തന്നെ ഉണ്ട് ട്രാൻസാക്ഷൻ ചാർജസ് ആയിട്ട് പിടിച്ചെടുക്കുന്നതും. അപ്പോൾ ഈ 2 വകയിലാണ് ഏറ്റവും വലിയ വരുമാനം വരുന്നത്. പിന്നെ മറ്റൊന്നുള്ളത് IPOയിൽ നിന്നും കോർപ്പറേറ്റ് ആക്ഷനിൽ നിന്നും വരുന്ന വരുമാനമാണ്. അത് നമുക്കിവിടെ 27% എന്ന് പറഞ്ഞ് കാണാം. പിന്നെ ഓൺലൈൻ ഡാറ്റ ചാർജ്, പല സർവീസ് ചാർജുകളൊക്കെ ഈടാക്കുന്നത് അവയും നമുക്ക് കാണാൻ കഴിയും. ഒരു 53 കോടി രൂപയുടെ. പിന്നെ മറ്റുള്ള ഇൻകം അത് 56 കോടി. അപ്പോൾ പ്രധാനമായിട്ടും ഈ ആനുവൽ ഇഷ്യൂവും ഇൻകമും അതുപോലെ ട്രാൻസാക്ഷൻ ചാർജും ഇത് രണ്ടും കൂടി കൂടിക്കഴിഞ്ഞാൽ 150 കോടി രൂപയുടെ അടുത്തെത്തി. അടുത്ത എക്സ്പെൻസിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എക്സ്പെൻസും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എംപ്ലോയി കോസ്റ്റ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്റ്റഡി ആയിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട്. IT കോസ്റ്റ് പക്ഷേ ഏകദേശം ഇരട്ടിയിലേറെയായി മാറി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവായിട്ട് നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം എംപ്ലോയി കോസ്റ്റ് സ്റ്റഡി ആയിട്ട് നിർത്തി. അതേപോലെ തന്നെ നമ്മൾ എംപ്ലോയി സ്ട്രെങ്ത് എടുത്ത് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റി എംപ്ലോയീസിനെ റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് CDSL എഫേർട്സ് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. IT ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കാൻ വേണ്ടിയിട്ട്, നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവുകൾ അവ നമുക്ക് ഒരു അസറ്റായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. കാരണം നമുക്ക് 2 ഡെപ്പോസിറ്ററി ഉള്ളപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺസ് ഒന്നും പലപ്പോഴും പല ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസും അത്ര എൻ്റർടൈൻ ചെയ്യില്ല. എംപ്ലോയി കോസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ആകർഷണീയതയായിട്ട് തോന്നുന്നത്. ഇനി അടുത്തതായിട്ട് മറ്റൊരു കാര്യം, ഇനി അടുത്ത ഭാവിയിലേക്ക് എന്താണെന്നുള്ളതാണ്. ഭാവിയിലേക്ക് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. കാരണം കൂടുതലായിട്ടുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് കൂടുതൽ ആളുകൾ മ്യൂച്വൽ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നേരിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഇൻഷുറൻസ് ബിസിനസ്സുകൾ നടത്താൻ വേണ്ടിയിട്ട് ഇതിനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യ ഒരു വികസ്വര രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെ വർദ്ധിച്ചു വരുന്ന യുവജനങ്ങളുടെ എണ്ണം അവയെല്ലാം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പല കമ്പനികളും പ്രൈവറ്റ് കമ്പനികളും ഉൾപ്പെടെ ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ഒരു ESOP പദ്ധതികളോടുള്ള ഒരു ഇഷ്ടക്കൂടുതൽ കാണിക്കുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ കേരളത്തിൽ തന്നെയുള്ള പല പ്രൈവറ്റ് കമ്പനികളും ഇപ്പോൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് എംപ്ലോയീസിനെ, അതായത് ജോലിക്കാരെ അവരുടെ കൂറ് വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ അപ്പോൾ ഉള്ള സാലറി എക്സ്പെൻസ് കുറയ്ക്കാനുള്ള ഒരു 2 വിദ്യയായിട്ടാണ് കരുതപ്പെടുന്നത്. എംപ്ലോയീസിനെ സംബന്ധിച്ചാണെങ്കിലും എല്ലാ കാലവും ഇതിനകത്ത് പലപ്പോഴും ഒരു ആകർഷണീയത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് ഈ കമ്പനി പോയി ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഈ ഒരു കിട്ടിയതൊക്കെ പല മടങ്ങായിട്ട് കൂടുക എന്നുള്ളൊരു ആകർഷണീയതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയും ESOP പ്ലാൻസിൻ്റെ അകത്തേക്ക് വരുന്ന ഇഷ്യൂവേഴ്സൊക്കെ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതും CDSLനെ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ്. IPOs നമുക്ക് കാണാൻ കഴിയും. SME IPO ആകട്ടെ, ഏത് IPO ആകട്ടെ, IPOസിൻ്റെ എല്ലാത്തിൻ്റെ ഒരു തരംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട IPOകൾക്കും ഒരു പ്രീമിയവും അതുപോലെ തന്നെ ഒരു റിട്ടേൺസും ഒരു ലിസ്റ്റിംഗ് ഗെയിൻസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിനൊക്കെ വളരെയധികം സ്വീകാര്യതയും ലഭിക്കുന്നു. അപ്പം പലപ്പോഴും IPOയ്ക്ക് പോകണ്ടാത്ത കമ്പനികളെ പോലും അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഉത്തേജിപ്പിച്ച് IPO നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പല ഏജൻസികളും ഈ നാട്ടിലുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം ഇതെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ CDSLനെ സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മൂന്നാമത് ഒരു ഡെപ്പോസിറ്ററി വളർന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ്, NSDLും CDSലും അല്ലാതെ. അതുകൊണ്ട് തന്നെ തൽക്കാലം വലിയ ഭീഷണികളില്ല. ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കും. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഭീഷണികളെ കുറിച്ച് നോക്കാം. ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് NSDLൻ്റെ ലിസ്റ്റിംഗ് തന്നെയായിരിക്കും. കാരണം NSDL അടുത്ത് തന്നെ ലിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. എങ്ങനെയാണ് ഇത് ഭീഷണിയായിട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന പോലെ തന്നെ പല വലിയ ഫണ്ടുകളും അതുപോലെ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസും ഒക്കെ അവർക്ക് ഓരോ സെക്ടർ വൈസോ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ സൂപ്പർ സ്പെഷ്യലൈസേഷനൊക്കെ വന്നിട്ട് വെറും ഫിനാൻസ് സെക്ടർ എന്നുള്ളത് മാത്രമല്ല, ഫിനാൻസിൻ്റെ അകത്ത് തന്നെ NBFC, ബാങ്ക്, ഡെപ്പോസിറ്ററി, എക്സ്ചേഞ്ചസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ സ്പെഷ്യലൈസേഷൻ ആയിട്ടാണ് സെക്ടർ വൈസ് അലോക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഈ പറഞ്ഞ പോലെ ലിസ്റ്റിംഗ് കമ്പനികളിൽ നിക്ഷേപിക്കുന്ന
ഈ വലിയ ഫണ്ടുകൾക്കൊക്കെ ആകെ ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കുള്ള ഒരേ ഒരു വഴി CDSൽ നിക്ഷേപിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ NSDL കൂടി ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ NSDL എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനും കൂടി വന്നു കഴിയുമ്പോൾ ഇതിനകത്തുനിന്നുള്ള ഫണ്ട് 2 ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ ഇതിനകത്തുനിന്നുള്ള കുറച്ച് ഫണ്ട്സൊക്കെ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ താരതമ്യേന ഇതിനകത്തുള്ളൊരു ഫണ്ട് കുറച്ച് പുറത്തു പോയി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അതിൻ്റെ പ്രീമിയംസ്, അതായത് വില കുറയാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. നമുക്ക് അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഭീഷണിയാണ് നമുക്ക് വരുൺ ബീവറേജസിനുള്ളത്. ഇവിടെ ബൾക്കായിട്ട് കോൺട്രാക്ട് മാനുഫാക്ചറിങ് സോഫ്റ്റ് ഡ്രിങ്ക്സ് നടത്തുന്ന കമ്പനി, അത് പെപ്സിക്ക് വേണ്ടി ചെയ്യുന്ന വരുൺ ബീവറേജസ് ആണ്. മറ്റൊന്നിൻ്റെ അകത്ത് നിക്ഷേപിക്കുക ഇവിടെ സാധ്യമല്ല എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഹിന്ദുസ്ഥാൻ കൊക്കക്കോള അവർ IPOയ്ക്ക് കോപ്പ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഹിന്ദുസ്ഥാൻ കൊക്കക്കോള വന്നിട്ട് IPO ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുൺ ബീവറേജസിൻ്റെ അടുത്ത് നിക്ഷേപം കുറച്ചൊക്കെ അങ്ങോട്ടേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ ഭീഷണി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം ഭീഷണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിങ് ഇപ്പം CDSൻ്റെ വില ഇപ്പോൾ കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നമ്പേഴ്സ് മാത്രം നോക്കിയിട്ട് ഒരു വാല്യുവേഷൻ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന കാര്യം കൂടുതലാണെന്ന് തന്നെയാണ്. അതിപ്പോൾ ഈ ഒരു കാര്യം പലപ്പോഴും പല കമ്പനികളെ കുറിച്ചും ഞാൻ കഴിഞ്ഞ ഒരു 1.5 വർഷങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോർവേഡ് PE ഒക്കെ നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് കൂടുതലാണെന്ന് വേണം. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെയുള്ള ഒരു റീറ്റെയിൽ ഫണ്ട് ഫ്ലോ അത് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ നമ്മൾ മ്യൂച്വൽ ഫണ്ട് വഴിയോ എല്ലാം കണ്ടമാനം വരുന്നുണ്ട്. ഈ പ്രീമിയംസ് സാധൂകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ പ്രീമിയംസോ അല്ലെങ്കിൽ PE മുകളിലേക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഏർണിങ്സ് വരുമ്പോൾ അടുത്ത ഒരു വർഷത്തെ ഏർണിങ്സിൻ്റെ അകത്ത് അത് നോർമലൈസ് ചെയ്യണമെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് കൂടുതലാണെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ വില കുറയുമെന്നല്ല. കൂടുതലായിട്ട് ഇന്നുള്ള പോലെ തന്നെയുള്ള ആകർഷണീയത, ഇന്നുള്ള പോലെ തന്നെ ഒരു ഫണ്ട് ഇൻഫ്ലോ ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഹയർ PEs തന്നെ മുകളിലേക്ക് പോകും. അക്കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല. അപ്പോൾ ഈ കമ്പനിയിൽ ഇപ്പോൾ നിക്ഷേപിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ച്, ഒരു ഹ്രസ്വകാല നിക്ഷേപകനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ഒരു 1300 വില നിലവാരത്തിൽ 1320 വില നിലവാരത്തിൽ നിക്ഷേപിക്കുന്നതിനകത്ത് വലിയ തെറ്റില്ല. പക്ഷേ ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ അത്രയ്ക്ക് ഒരു വലിയ കാത്തിരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. 1380 1350 വില നിലവാരത്തിനകത്ത് നിക്ഷേപിക്കുന്നതിനകത്തും വലിയ തെറ്റില്ല. കാരണം ഒരു ദീർഘകാല നിക്ഷേപകനെ സംബന്ധിച്ച് ഒരു ഓവർ സൈഡ് റിസ്കുകളൊക്കെ സാധാരണ രീതിയിലൊക്കെ നള്ളിഫൈ ചെയ്ത് പോകാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.